വല്ലാത്ത ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് ചില മഴകളൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് ഒരു ശമനവും ഇല്ല എന്നാണ് പല ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് തൃശ്ശൂർ ജില്ല. അതെ, ചൂടിൽ നിന്ന് രക്ഷ തേടാൻ വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുകയാണ് പലരും. ഇതിനിടയിൽ പലർക്കും പാഠമാക്കാവുന്ന ഒരു വേനൽക്കുടയുണ്ട്. പ്രകൃതി തന്നെ ഒരുക്കിയ കുടയാണത്. കാനിങ്ങാട്ട് തറവാട്ടിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നാൽപ്പത് ഡിഗ്രിയിലധികം ചൂടിൽ നാട് നട്ടം തിരിയുമ്പോൾ നട്ടുച്ചയ്ക്കും തൃശൂർ പേരാമംഗലത്തെ കാനിങ്ങാട്ട് തറവാട്ടിലെ വീട്ടുമുറ്റത്തിരുന്ന വർത്തമാനം പറയാം, പുൽത്തകിടിയിൽ മയങ്ങാം. ഇരുപത് വർഷം മുമ്പ് വീട് നിർമ്മിക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നിയ ആശയമാണ് ഇന്ന് ഈ കുടുംബത്തിന് കുളിരേകുന്നത്. വീടിന്റെ പ്ലാൻ തയ്യാറാക്കിയ സമയത്തു തന്നെ ചുറ്റും മരങ്ങൾ വയ്ക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കി. അങ്ങനെ നിരവധി വൃക്ഷങ്ങൾ വീടിന്റെ പല ഭാഗങ്ങളിലും നട്ടുവളർത്തി. 20 വർഷത്തിലധികം നീണ്ട പരിശ്രമങ്ങളുടെ ഫലമാണ് ഈ വീട്ടുമുറ്റത്തെ കുട. മഴക്കാലത്ത് പറമ്പിലെത്തുന്ന വെള്ളം ആ മണ്ണിൽ തന്നെ താഴും. പ്രത്യേക മഴക്കുഴികൾ, എന്തിനേറെ മഴവെള്ളം സംഭരിക്കാൻ ഒരു കുളം തന്നെ നിർമ്മിച്ചു. അങ്ങനെ പരമാവധി മാർഗങ്ങളിലൂടെ വേനലിനെ തോൽപ്പിച്ചു സത്യനാരായണനും ഭാര്യ ലക്ഷ്മി മേനോനും. നല്ല കൂളിംഗ് ആണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കസേര ഇട്ടിട്ട് പുറത്തിരിക്കുകയാണെങ്കിൽ ഒരു ഫാൻ പോലും ആവശ്യമില്ല, അത്രയും സുഖമായിരിക്കാൻ അതിനുള്ളിൽ. അപ്പം മാവ് വെച്ചുകൊണ്ട് മരങ്ങൾ വെച്ചുകൊണ്ട് നല്ലൊരു കൂളിംഗ് ആണ്. വീടിനും അതെ, ഒരു എന്താ പറയുക, കാണാനും സുഖമുണ്ട്. പുറത്തുനിന്ന് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഗ്രീനറി ഒക്കെ കാണുമ്പോൾ. അൽഫോൻസ, നാട്ടുമാവ്, പ്രിയോർ മാവ്, ഞാവൽ, പനിനീർ ചാമ്പ എന്നിവയെല്ലാം തണൽ പന്തലാകുന്നു. മാവുകൾക്കിടയിൽ കാടുപിടിച്ച പോലെ നീളമുള്ള പുല്ലുകൾ, മാവിൻ തോട്ടത്തിന് ചുറ്റുമുള്ള നടപ്പാതയിൽ വെള്ളമാകീരണം ചെയ്യുന്ന ടെയിലുകൾ, കിണർ റീചാർജ്, അങ്ങനെ പാകപ്പെടുത്തിയതാണ് ഇക്കാണുന്ന പ്രകൃതിയുടെ കുട. ഈ തണൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ വീടും പണിതുയർത്തുമ്പോൾ പ്രകൃതിയെ കൂടി ചേർത്തു നിർത്തണമെന്ന്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ശരിയാണല്ലേ ക്രിസ്റ്റീന, ഒരു സന്തോഷം തോന്നുന്നു, ഒരു തണുപ്പ്, കുളിർമയൊക്കെ നമുക്ക് തോന്നുന്നു. കാരണം ഈ പണ്ടൊക്കെ നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ ചെന്നാൽ വലിയ തണുപ്പാണ്. ഇന്നിപ്പോൾ അവിടെയും മരങ്ങളൊക്കെ വെട്ടി കൂടുതൽ വീടുകൾ പണിയുന്നു. കുറച്ച് പറമ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ വീടുകൾ പണിയുന്നു, അതൊക്കെ നല്ലതാണ്. പക്ഷേ കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ നമ്മളും വച്ചുപിടിപ്പിച്ച ഗുണം ചെയ്യും എന്നുള്ളതാണ് അല്ലേ? അതെ.